ഹലോ ഗായ്സ്, രാവിലെ തന്നെ നല്ല മഴയാണ്. മഴയൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആദ്യം ചെറുതായിട്ടുള്ള മഴയായിരുന്നു, പിന്നെ ഭയങ്കര. ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തൊന്നും വെള്ളം ഉണ്ടായില്ല. ഇപ്പോൾ അവിടെ വെള്ളം നിറഞ്ഞ് കാക്കയൊക്കെ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചുവാണെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഒരുപാട് ടൈമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. അവസാനം ഞാൻ ഇച്ചു പുറത്തിങ്ങനെ ഇരുന്ന് മഴയൊക്കെ നോക്കി. പിന്നെ വലിയ മഴ പെയ്യാൻ തുടങ്ങി. നമ്മളാണെങ്കിൽ ഇന്ന് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെ വന്നിട്ടാണ് ഉണ്ടായത്. ഇച്ചുവാണെങ്കിൽ ചെറുപ്പൊക്കെ എടുത്ത് ആ മഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഉള്ളിൽ കയറ്റി കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. കുളിപ്പിച്ച് കഴിഞ്ഞ് ഞാനും ഇച്ചും വീണ്ടും പുറത്ത് വന്നിരുന്നു. അപ്പോഴും മഴ തന്നെയാണ്. അങ്ങനെ പോവണ്ടെന്ന് തീരുമാനിച്ച് ചോറൊക്കെ തിന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഞാനും ഇച്ചും കൂടി. എന്ത് ചെയ്യണമെന്നറിയാണ്ട് രണ്ട് മനസ്സായി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. മഴ കാണുമ്പം പോകാനും തോന്നുന്നില്ല, പോകണമെന്നും തോന്നുന്നു, പോവണ്ടെന്നും തോന്നുന്നു. ഇങ്ങനത്തെ അവസ്ഥയായിരുന്നു. വലിയ ബാഗും ഇവനൊക്കെ എടുത്ത് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് അവസാനം നമ്മൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇച്ചുവിനും എടുത്ത് ബസ് കയറാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു മഴ കണ്ടിട്ട് ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ബാഗ് എടുത്തു, നമ്മളെയും കൊണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ കൈവേദനയൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടായത്. പക്ഷേ മഴയത്ത് ഞാനെങ്ങനെ ബാഗും കുഞ്ഞിനെല്ലാം എടുത്ത് പോകുമെന്ന് വിചാരിച്ച് അച്ഛൻ നമ്മളെ കൊണ്ടാക്കാൻ വന്നതാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിലെത്തുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. അങ്ങനെ ബസ്സൊക്കെ വന്ന് ബസ്സിൽ കയറി നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അധികം ആളൊന്നുമില്ല കേട്ടോ, ഉച്ചയായതുകൊണ്ട്. അങ്ങനെ ബസ്സും പിടിച്ച് നേരെ തളിപ്പുറം പറ്റി കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കാത്തു നിന്നു പയ്യനൊരു ബസ് വരാൻ വേണ്ടി. അങ്ങനെ ബസ് വന്ന സമയമാകുമ്പോഴേക്കും അച്ഛൻ ബസ്സിൽ ബാഗൊക്കെ കയറ്റി തന്നിട്ട് അച്ഛൻ തിരിച്ചു പോയി കേട്ടോ. അങ്ങനെ അച്ഛൻ എന്നെ ഇച്ചുവിനെയും പയ്യനൊരു ബസ് കയറ്റി വിട്ടു. നമ്മൾ ബസ്സിൽ കയറി കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഇച്ചുതാ നല്ല ഉറക്കമായിട്ടുണ്ട്. എൻ്റെ സീറ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിശാലമായി തന്നെ ഇരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അമ്മയുടെ സ്കൂളിലേക്ക് വന്നു. ഇച്ചുതാ അമ്മ കൊടുത്ത് സമൂസൊക്കെ തിന്നുന്നുണ്ട്. പിള്ളേരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അമ്മേൻ്റെ കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നമ്മളിതാ മന്ദം നടക്കുകയാണ്. നടന്ന് മനുഷ്യന്മാർ ഊപ്പാടിളകിയെന്ന് തന്നെ പറയാം. മടുത്തുപോയി ഗൈസ്, എനിക്ക് കയ്യാണ്ടായി. അവസാനം വേഗം അടുത്ത ബസ് പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് കയറുമ്പോഴേക്കും ഇച്ചുവിൻ്റെ കൊടുത്ത കിടന്നു ഒരു കുറവുമില്ല. നേരെ അങ്ങനെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഇറങ്ങിയിട്ടാം. അമ്മൂസാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഇച്ചു അമ്മൂസിനൊക്കെ വിളിച്ച് എണീപ്പിച്ച് അവർ രണ്ടാളും കൂടി ഐസ്ക്രീമൊക്കെ തിന്ന് അവിടെ കുറച്ച് സമയം നമ്മളിങ്ങനെ ഇരുന്നു. പിന്നെ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അടുത്ത ബസ്സിനെ നേരെ വീട്ടിലോട്ട് വിടാമെന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മഴയും പെയ്തു. ഈ മഴയത്ത് കുടയൊക്കെ പിടിച്ച് പോകാമെന്ന് പറയുന്നതന്നെ ഇപ്പം ഭയങ്കര പണിയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. രാത്രി ആയപ്പോഴേക്ക് ഏട്ടന് സർപ്രൈസ് കൊടുക്കാൻ അയച്ചു. കാരണം ഏട്ടനോട് പറഞ്ഞിട്ടില്ല നമ്മൾ വരുന്ന കാര്യം. സർപ്രൈസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കുറേ സമയം കാത്തുനിന്ന് അവസാനം ആളെത്തി ഗൈസ്. നമ്മൾ സർപ്രൈസ് കൊടുത്തു. ആൾ സർപ്രൈസ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്ന പറയാത്തത് കൊണ്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.